8-ാം തീയതി 9-ാം തീയതി 10-ാം തീയതിന്റെ ഉള്ളിൽ ഞങ്ങൾ ഇവിടെ നിക്കാൻ വരുന്നതാണ് ഗായ്സ്. അപ്പൊ അമ്മ ഒലക്കെടുത്ത് ആട്ടുന്നതാണ്. പതി ആരാ എന്റെ സൂചിച്ച് സിഫ്നാനെ ഓടിച്ചു കുറച്ചു കേട്ടോ. ഈ സാധനം നോക്കിയോ ഇന്നലെ പോയി കിട്ടിയ ആൾക്കാരാണ്. ഇന്ന് രണ്ടാമത് വന്നാണ്. അങ്ങനെയൊന്നും മെയിൻ ആക്കുമല്ലോ. ഹലോ ഗൈസ്, അസ്സലാം വലൈക്കും. നമ്മളെ കുട്ടിന്റെ മുടികളയിലാണെന്ന്, 3-ാമത്തെ മുടികളയിലാണ് അല്ലേടാ. അപ്പൊ ഓനക്ക് ഭയങ്കര ഇടങ്ങേറ്, കാരണം ഇത്രയും നല്ല അത്യാവശ്യം മുടി വന്നിക്കണം ഇപ്പൊ. അപ്പൊ ഇനി മുടി കളയാൻ പോകില്ല. നമ്മളെ വെല്ലിമാന്റെ ആങ്ങളുടെ മകൻ വന്നിക്കണം കേട്ട്. അതന്നെ നമ്മളെ എല്ലാ വീട്ടിലും പറയാം, എല്ലാ പ്രാവശ്യം മുടി കളയുന്നത് ജംഷിക്കാക്കിയാണ്. അപ്പോൾ ഇന്ന് മുടി കളയാൻ ഇവിടേക്ക് എത്തിക്കണേ. ഇവിടെ തന്നെ ഓല വരി ഇവിടെ അടുത്ത് തന്നെ, ഒക്കെ നമ്മളിവിടെ ഒരു കുജ്ജി തന്നെയാണ്. അപ്പോൾ ഇല്ലടാ മുടി കളിയാണ്. നമ്മൾ മറ്റേ മുടിയൊക്കെ വാർന്ന് കുളി കഴിഞ്ഞാല് മടിയൊക്കെ ഇരുത്താനെ. മുടിയൊക്കെ ഉണ്ട് കാക്കരെ. നമ്മള് മുടി കളിയാണെന്നേ. ഇന്ന് മുട്ട സൂപ്പി ആകാണ് ഞമ്മലേ അല്ലേ. ഓ വല്യ ഓല അവിടെ ചായ പിടിച്ചിട്ടുണ്ട് കേട്ടോ. കുറച്ചേരെ വന്നിട്ട് 2 ചീപ്പൊക്കെ ഉണ്ട്. മുടി നമുക്ക് കൊച്ചു മുടിയുള്ളൂ. അങ്ങനെയല്ല വരങ്ങനെ പോയി. കൊണ്ടേ കൊത്താ കാക്കൂന് പുച്ച വല്ല പുച്ച വല്ല ഓന് കുട്ടീനെ എടുത്തെടുത്ത് എക്സ്പീരിയൻസ് ആയിക്കണം കേട്ടോ. അത് മൊട്ടോ, ഇത് വേദന അല്ലാക്കാൻ അതങ്ങനെ വാരും. അവിടെ ഉണ്ടാവൂല. ചായ കഴിഞ്ഞോ? എന്നാ തുടങ്ങല്ലേ കലാപരിപാടി. വള്ളമാണല്ലേ. അപ്പൊ എന്തിനാ വെള്ളമാണ്? തലമുടിമ ആക്കാണ്. കൊഴപ്പൊന്നുമില്ലല്ലോ. ഇരിക്കി എവിടെ ആരെടുക്കണ ആളുമ്മല്ലേ? ഇവിടെ ഉണ്ട്, വെല്ലിപ്പുണ്ട് ഇവിടെ. മുടിയൊക്കെ വന്നിട്ടല്ലേ ഇതാക്കണ. ഇത്രല്ല അതിലാറുണ്ടാവും. ആദ്യം കളഞ്ഞപ്പോ അത്രല്ലേ, പിന്നെ കളഞ്ഞപ്പോ അത്യാവശ്യമായി. ഇനി കളയുമ്പോ ഇങ്ങനെ പൈസ വാങ്ങൂലേ, അതാണ് അവരെ കൊണ്ട് വെട്ടിച്ചാത്തേ. പൈസ വാങ്ങിയെങ്കിൽ ഇപ്പൊ നിങ്ങള് വെട്ടിയാ മതിയല്ലോ. അതിന് കൂലി, പണീന്റെ കൂലി വാങ്ങണം. ഇനിയിപ്പൊ ഇവന്റെ കളിയണീനൊന്നും പൈസ വാങ്ങിയിട്ടില്ല. കുടുംബക്കാരാണേലും പൈസ വേണ്ടേ? പൈസക്ക് കുട്ടിയാണിത്. കാക്കോ നിക്കണത്, കാക്കോ നിക്കണത്. ഞാൻ കാക്കു മുടി വെച്ചാണ്. ഇത് കുട്ടിനെ മുടി നോക്കാണ്. എന്താ കാക്ക അവിടെ പരിപാടി? കുട്ടിയെ ഇവിടെ ഇരുന്നോളാൻ മതി. അത് മൂന്നുണ്ടോ നമുക്കിവിടെ കൊറേ തിരുമ്പാണ്ട്. ഇനി അപ്പൊ അവിടെ കഴിഞ്ഞോന്ന് കേട്ടോ പരിപാടി. പൗഡർ എടുക്കാന്നൊക്കെ പറയുന്നുണ്ട്. കഴിഞ്ഞോ?
മൊട്ടശൂപ്പി അയക്കണാ മൊട്ടക്കുട്ടി അയക്കണാ ഏ എന്താണ് കാട്ടിക്കൂട്ടിന് പൗഡർ കിട്ടണില്ലേ കുളിപ്പിച്ചാനാകുമ്പോ രാവിലെ വന്നാലേ നിങ്ങള് അങ്ങനെ ഉണ്ടേനില്ലേ ഞങ്ങള് കുളി ഏകദേശം അതിന് രണ്ടിനും ഇടക്കാണ് കുളിപ്പിച്ചാ മതിയായിരിക്കും. അങ്ങനെ ഗുൽമാൻ ഇന്ന് ഉച്ചക്ക് ഇന്ന് 6 മണിക്ക് പോയി കേട്ടോ. അപ്പോൾ ഒരു 12 മണിക്ക് കയറിക്കണം. ഒരു വെയിലോണ്ട് കയറിക്കണം. അപ്പം ഇന്നലെ പറഞ്ഞു ഇന്നും വരുമ്പോൾ പഞ്ഞി കൊണ്ടുവരുന്നുണ്ടെന്ന്. അപ്പോൾ ഇന്നും പഞ്ഞി കൊടുത്തിരിക്കുന്ന സംഭവം ഇതാ വലിയ ടൈപ്പ് പഞ്ഞിയാണ്. മൊത്തം 4 ഉണ്ട്. ഇങ്ങനെ കുരു ടൈപ്പുള്ള പഞ്ഞി നല്ല ടേസ്റ്റാണ് മറ്റേ പഞ്ഞിലേറെ. അപ്പം പിന്നെ ഉച്ചക്ക് മത്തി ഞാൻ നന്നാക്കി വെച്ചിനി. അപ്പോൾ അത് എടുത്ത് വെച്ചിട്ടിന് ഈ പഞ്ഞി ഒന്ന് പൊരിച്ച് നോക്കട്ടെ, എങ്ങനെ ഉണ്ടോക്കട്ടെ. ടേസ്റ്റ് ഇല്ലെങ്കിൽ ഇതോടെ പഞ്ഞി തീറ്റ് നിർത്തും, ഇല്ലെങ്കിൽ ഇനി കൊണ്ടുപോകും. നമ്മൾ ഈ പഞ്ഞിനെ ഇങ്ങനെ അതേപോലെ മസാല തേക്കട്ടെ. കാരണം എന്താ വെച്ചാൽ ഇത് നമ്മൾ പൊട്ടിച്ച് പീസാക്കി മസാല വെച്ചാൽ അതിൻ്റെ ഉള്ളിലത്തെ കുരുവൊക്കെ ആകെ പൊട്ടിപ്പോരും. അപ്പോൾ പൊരിച്ചിട്ട് പീസാക്കണേ നല്ലത്. അപ്പോൾ ഇത് മുറിച്ചാതെ ഫുള്ളായിട്ട് മസാല വെച്ച് പൊരിച്ച് നോക്കട്ടെ എങ്ങനെയുണ്ട്, ടേസ്റ്റ് ഉണ്ടോ സംഭവം നോക്ക്. അപ്പൊ നമ്മൾ എന്തിനാ വന്നിക്കണെന്ന് വിചാരിച്ചാല് നമ്മള് ചെങ്ങായിന്റെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ വന്നാണ്. ചെങ്ങാനി എനിക്കൊക്കെ അപ്പൊ ഇന്നലെ കൊണ്ടുവന്ന് കിട്ടിയില്ല പോന്നു അല്ലേ? കരച്ചിലും മറിച്ചിലെ ആളെയാക്കി ഇടങ്ങേറായിട്ട് ഞങ്ങൾ രണ്ടാളും കുത്താൻ വന്നത്. പക്ഷെ ആളെ എങ്ങനെ സമ്മതിച്ചില്ല. ഇപ്പൊ കുറച്ചുകൂടി ആയതുകൊണ്ടേ ഞങ്ങള് വെള്ളക്കോട്ട് കണ്ട് കൈമ പിടിച്ചാ ഓന് മനസ്സിലായി. ഞാൻ ഷൂജ് കുട്ടാന് പോവാണ്. നീ സമ്മതിച്ചൂലേ? പുറത്തേക്ക് ഇറങ്ങിയിട്ടേ ഭയങ്കര സന്തോഷം. എന്തൊക്കെയോ കാട്ടാണ്. മുട്ടക്കുത്തി ആയിക്കണത് ഞങ്ങള് മുട്ടക്കുത്തി മുടി മുട്ടയൊക്കെ ഞാൻ പിടിച്ചോണ്ട് ഞങ്ങൾ ഇങ്ങനെ ഷൂജ് കുത്തിയിട്ട് പെണ്ണുങ്ങൾക്ക് കുറച്ച് ചോരയൊക്കെ കൊടുത്തിട്ട് ഇതിനുള്ളിൽ കയറിയാൽ തന്നെ ഓന് മനസ്സിലായി നമ്മൾ ചെറിയ കുട്ടികളാണ്, ഒന്നും അറിയില്ല. വെറുതെ ഞാൻ അന്നലത്തോട് പിന്നെ ഇതിന് ആദ്യം ഈ തരായപ്പോ ഒരു ബ്ലഡിൽ കൗണ്ട് കൂടിയിട്ട് ഞങ്ങൾ അഡ്മിറ്റ് ആയിന് അനുഗ്രഹിയില്. അന്ന് ചെറിയ കുട്ടികൾ ഈ തരായിന്നെ. അപ്പൊ ഓൻ ആ വെള്ളക്കോട്ടാറ് ഞാൻ അതില് വെള്ളക്കോട്ട് കണ്ടപ്പോ ഇരുന്നല്ലോ എന്നിട്ടായിട്ടാണ് ഞങ്ങൾ തന്നെ തൊട്ടിട്ടില്ല കുഞ്ഞാവേ. പിന്നെ കരിയണ ഭയങ്കര പേടിയാണ് ഓന്. കരിയെന്ന് പേടിയാണ്. ഞാൻ പറഞ്ഞു കുത്തണ്ട, ഞങ്ങള് നാളെ വരാറിന് പോകുന്നതാണ്. ഇപ്പൊ ഓൻ അന്നം വെച്ചില്ലേ. ഇപ്പൊ സങ്കടം നമ്മൾ ഒച്ചട്ടാലൊക്കെ വേണ്ടേം കാര്യം. നമുക്ക് കുത്തിയൊക്കെ കഴിഞ്ഞിട്ട് ഒന്ന് ഒച്ചട്ടോക്കാം. ഇപ്പൊ പാവാണ്. ഇപ്പൊ കുടിച്ച മാതിരി ഒന്നല്ല. അപ്പൊ തീരെ അയക്കൂല. അപ്പൊ ഇന്റെ ഒക്കത്തൊന്ന് കാട്ടു നോക്കാം. സൂചി കുത്താന് സൂചിയായിട്ടൊന്നും വരണ്ട. കുടിച്ചാൽ മതി. ഇടക്കരങ്ങാടിയിലാണ് അതിന്റെ ഉള്ളിലേക്ക് കയറാൻ മടിച്ചു ഞാൻ നിക്ക. സത്യത്തില് ഞാൻ പെരീന്ന് പോലെ ഇഷ്ടല്ലേ. അപ്പൊ നമ്മളിഞ്ഞി പോയി നോക്കട്ടെ. പാവാണ് കുത്താൻ കൊണ്ടായിട്ട്. നിങ്ങൾക്ക് അറിയില്ല. വെയിലാണ്. വൈകുന്നേരമായിട്ടും വെയിലിന് യാതൊരു കുഴപ്പമില്ല. അങ്ങനെ ഞങ്ങള് 1.5 മണിക്കൂർ ശേഷത്തെ കുത്തലിനൊക്കെ ശേഷം കരഞ്ഞ് തീഞ്ഞ് ഇറങ്ങി വന്ന് സങ്കടാവുക. മെഷീനെ കുട്ടിക്കെന്താ ഇറങ്ങാറല്ലേ തൊണ്ണും കാട്ടിയാണ്ടേ കുഞ്ഞിപ്പഞ്ഞി. അപ്പൊ അതിനെന്തോ ആവണ അതായത് അയാള് പറഞ്ഞ് ഫസ്റ്റ് കുത്തി ഓനെന്തൊക്കെ പറയണ്ടോ ഓനെ കേട്ടോ വന്നപ്പോ കിട്ടിയില്ല. ഓന് കൊറേ പറയാണ്ട്. ഓളെ കൊറേ ചീത്ത നിക്കണം. ഓളല്ലേ മടി. ഒരു ആദ്യം പെണ്ണേന് ഓർക്ക് പറഞ്ഞു കൊടുത്തു. ആ പെണ്ണിനെ എന്നിട്ട് ചോരട്ടിയില്ലല്ലോ. പിന്നെ ഒരു കാക്ക വന്നു. ആദ്യം പെണ്ണേന്. ആ പെണ്ണ് വന്ന് ചോരത്തി കിട്ടിയില്ല. അതില് ഞങ്ങൾ പറഞ്ഞു ഇന്നലെയും വന്ന് കുത്തിയല്ലേ അപ്പൊ വേണ്ട. അതില് പിന്നെ ഞങ്ങൾ ഇവിടെ നമ്മള് കൂട്ടാറ്റികളുണ്ടായിന്. അതില് പറഞ്ഞ് 50 ചോറ് വാങ്ങീന് തലയിലോ. ആ കുട്ടിക്ക് തന്നെ 50 ചോറ്. അതില് പറഞ്ഞു. പിന്നെ ആ കുട്ടീനോട് പറഞ്ഞു ഞങ്ങള് പോവുകയാണ്, അല്ലെങ്കിൽ നിങ്ങൾ ഇവിടുത്തെ വലിയ ആളോട് കുത്താൻ മതി. ഓലെ പരിപാടി എന്താ വെച്ചാല് ട്രെയിനേഴ്സിന് നടക്കാണ് ബ്ലഡ് എടുക്കാണ്. വെല്ലുവിലാണെങ്കിൽ കുഴപ്പമില്ല. പ്രഷർ അങ്ങനത്തെ അസുഖമൊക്കെ. കാരണം ഒന്ന് കുത്തിയാലേ നമുക്ക് തോന്നറിയാം ട്രെയിൻ തെറ്റിയതാണ് മറ്റേ തെറ്റിയാല്. കുഞ്ഞു കുട്ടികളൊക്കെ വരുമ്പോ ട്രെയിനേഴ്സിന് നടക്കണൊക്കെ വെല്ലുവില അവിടെ കുത്തിരിക്കാണ്.
കാറ്റോ ചോയിലിക്കാറ്റോ അവിൽ മിൽക്കിന്റെ അവിടെ പോകാനും അത് പറഞ്ഞത് വെല്ലുവിളി അവിടെ കുത്തിരിക്കുകയാണ്. എന്നിട്ട് ഈ ട്രെയിനേഴ്സിനെ അറക്കുകയാണ്. എന്നിട്ട് ഈ ട്രെയിനേഴ്സിന് നമ്മളൊക്കെ ട്രെയിനേഴ്സ് ആകുമ്പോൾ നമ്മളെന്താ കാട്ടുന്നത്, കുട്ടികൾ കഴിയുമ്പോൾ നമ്മൾ കഴിയുമ്പോൾ കാരണം എന്താ വെച്ചാൽ കുത്താൻ മടിച്ചിട്ടൊന്നല്ല, ആരും ഇല്ലെങ്കിൽ നമ്മൾ പറയാം ശരിക്കും കിട്ടുമെന്ന് അറിയില്ല. ചെറിയ കുട്ടികളാണെങ്കിൽ കിട്ടില്ലെങ്കിൽ നൊയ്യുള്ളൂ കൂടെ അങ്ങോട്ട്. ചെറിയ കുട്ടിയായതുകൊണ്ട് ഞങ്ങൾക്ക് എന്താ പറയാ കുത്തുമല്ലേന്ന് ഉറപ്പില്ല, ബ്ലഡ് കുറവക്കാരം നമ്മൾ ആദ്യമേ പറയും. പക്ഷെ ഇവിടെ അതൊന്നല്ല, വെല്ലുവിളി കുത്തിരുന്നത് അപ്പുറത്തെ ട്രെയിനേഴ്സിന് ഇറക്കുകയാണ്. ഇന്നലെ വന്ന് കുത്തി, ഞാൻ പോയപ്പോ തന്നെ വന്ന് ഇന്നലെ പോയി കുത്തിയ ആൾക്കാരാണ്, ഇന്ന് രണ്ടാമത് വന്നാണ്. അങ്ങനെയൊന്നും മെയിൻ്റെ ആക്കുമല്ലോ. അപ്പോഴും വലിയ ആൾക്കാർ അപ്പുറത്തെ ട്രെയിനേഴ്സിനെ തൊഴിലും. പിന്നെ രണ്ടാമത് ഞാൻ എടുക്കാൻ വന്നു, വെയിനല്ലത് ഇട്ടളിയായിരുന്നു. പിന്നെ ഞങ്ങൾ പറഞ്ഞു ഇവിടത്തോലാണെങ്കിൽ എടുക്കാൻ നിൽക്കേണ്ട, വലിയ ആൾക്കാർ കുത്തുകയാണെങ്കിൽ ഞങ്ങൾ ഇവിടെ നിൽക്കുക, അല്ലെങ്കിൽ ഞങ്ങൾ പോവുകയാണ് പറഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങാൻ നിന്നു. അതിന് പിന്നെ ഞങ്ങൾ കൂട്ടാക്കി ഏതായാലും അമ്മക്ക് പറഞ്ഞു കാക്കാൻ നോക്കി. അയാൾ കുത്തേണ്ട മാതിരി കുത്തിയപ്പോ ബ്ലഡ് കിട്ടി. കാരണം ഈ കുട്ടികൾ വേഗം വെച്ച് കരഞ്ഞാല് നിങ്ങൾക്ക് അറിയാലോ വിഷയമാണ്. കൊടുക്കാറ്റോ എന്തൊക്കെ വരാണ്ട് രോഗസാധ്യത പോട്ടെ. എന്നാണെങ്കിൽ പാർട്ടിന്റെ UDF ജയിച്ചിട്ട് UDF തന്നെയല്ലേ ജയിച്ചേ? അറിയില്ല, ഉറപ്പിച്ചിട്ടില്ല. അങ്ങനെയാണ് എന്നാണ്. അപ്പൊ വന്നിട്ട് ഇടങ്ങേറായിപ്പോ ബ്ലഡ് കെട്ടി പോകും. ഞങ്ങൾ വേറെ ലാബിക്ക് പോകാൻ നിന്ന്, പിന്നെ അവിടെ പോയാലും ഓൾക്ക് 2 ദിവസം തന്നെയാണ്. അപ്പൊ ഇവിടെ അറിയണോലുണ്ടെങ്കിൽ പിന്നെ അറിയണോലൊക്കെ അകത്തേക്ക് ഇറങ്ങുക. നിങ്ങൾ പോകണമെങ്കിൽ അറിയണോല് കുട്ടികളായിട്ടൊക്കെ പോകുമ്പോ ഞാൻ ഉണ്ടായോണ്ട്, അല്ലെങ്കിൽ ആ ഓട്ടത്തിൽ അവിടെ ഇരുന്നും കൊടുക്കും. ഞാൻ കൊടുക്കില്ല, ഇന്നലെ പോകുന്നില്ലേ, പിന്നെ ഇന്ന് വന്നതല്ലേ. പോവാ, എനക്കെന്താ വേണ്ടിയേ? ഒന്നും വേണ്ട. എന്റെ കുറ്റി പാവന്റെ എന്റെ കുട്ടീനെ സൂചി കുറ്റിങ്ങാണ്ട് പാരി ആരാ എന്നെ സൂചിത്തി സിഫ്നാനൊക്കെ ഓടിച്ചു കുറച്ചീനിട്ടോ. നല്ല ദേഷ്യല്ലേ ആരെ കുത്തി തന്നെ പറി സൂചിത്തിയോ എവിടെ വാവു കുത്തട്ടെ, ഞാൻ കുത്തട്ടെ. കയ്യോ തരൂല എങ്ങനെയായാലും. എന്റെ മുഖത്തൊക്കെ ഇട്ട് നോക്കിട്ട് അടിക്കാരഞ്ഞിട്ട് എന്തൊക്കെ ചിന്തിച്ച് കറിയാണ് സങ്കടായിട്ട്. നമ്മളെന്തത് കണ്ടിക്കണെന്നുള്ളൊരു മൈൻഡല്ലേ അറിയില്ലല്ലോ. ഓലെന്തോ കാട്ടാണ്. കുന്മാൻ അങ്ങനെ വിളിച്ചിട്ടുണ്ട്, ബ്ലഡ് കിട്ടിയോ പണിക്ക് പോയിട്ട് ഒരു സുഖമല്ല. പിന്നെ എവിടെ പോയാലും ഞമ്മക്ക് ഈ സാധനം കിട്ടണം. ഏതാ വാണ്ടി നോക്കാം, ചിത്രം നോക്കിട്ട് ചിത്രത്തിൽ ഏതാ രസം നോക്കിട്ട്. ചിത്രത്തിൽ ഏതാ രസമല്ല, ചിത്രത്തിൽ ഏതാ കുറഞ്ഞ സംഖ്യ ഓളോട് കയ്യിലില്ല, അപ്പൊ ഓളത് വാങ്ങി തരും. മുപ്പിന്റെ ഉണ്ട് ഇതാക്കണ് അത് സാലൈസ് തിന്നാ മതി. പൊടിയൊക്കെ ഉണ്ട് ഓനെന്തോ വാങ്ങത്തിരി മെനക്കോട്ട് നോക്കണില്ലേ. ഇനി ചൂചി കുട്ടീനിച്ച് എന്തേലും വാങ്ങിട്ട് തരില്ലേ പൊന്നാ? പുറത്ത് നല്ല എടി പൊടിയൊക്കെ പറഞ്ഞു നിന്നു. നമ്മളോട് കയറിയപ്പോ കണ്ണൊക്കെ പൊടി, ഭയങ്കര കാറ്റ്. കാറ്റുണ്ട്, റോഡ് കൂടെ വണ്ടി ഓട്ടി വരാൻ വയ്ക്കില്ല. ഞങ്ങള് പറഞ്ഞാലോ പറയട്ടോ വരും ഏതാ ഈ സാധനം വേറെ കൊണ്ടട്ടാ. ബുക്ക് കൊണ്ടുപോയോ? എന്റെ ബുക്കും കൊണ്ടുപോയോ? ഞാനങ്ങോട്ട് വായിച്ചു കഴിഞ്ഞിട്ടോ, അപ്പൊ ഒരു ബുക്ക് തന്നെ കൊണ്ടുപോയിട്ടോ. അതിൽ നോക്കണ വണ്ടികള് പോണോക്കണ്. ഇവിടെ ഇങ്ങനെ ചില്ലും കൂടെ ഉണ്ടാക്കി തരാമെന്ന് അറിയാം അയാൾക്കാനോട്. ഇങ്ങനെ കുത്തിക്കുന്നുണ്ടല്ലേ ഇടക്കല വേണം വരാം. അപ്പൊ ഗായ്സ് ഞങ്ങൾ അവിൽ മിൽക്ക് കുച്ചാണ് ഗായ്സ്, അവിൽ മിൽക്ക് കുച്ചാണ് ഗായ്സ്, അവിൽ മിൽക്ക് ഇതൊരു ചിരിച്ചാത്ത ബ്ലഡ് കൂടെ ചിരി പോകാം ചിരിച്ചാത്ത. ഞങ്ങളുടെ നമ്മള് പോണ നേരെ പെരീക്കല്ലേ? ഇവിടെ ചെല്ലുമ്പോ കാര്യം ഇരിക്കാനായിട്ടില്ല സണ്ണ. നോക്ക് പെരീക്കല്ലേ നേരെ. ഒരു റീലെടുക്കാണ്ട് 5 സെക്കൻഡ് അല്ല 5. അന്റെ വണ്ടി അവിടെ കെട്ടിച്ചോടത്താണ്. അത് എത്ര മണിക്ക് എനിക്ക് എത്തേണ്ടത്? നമുക്ക് കുറച്ച് പാൻ കൊടുക്കാൻ നേരത്തൊക്കെ പോകാൻ വേണ്ടി. പിന്നെ ഇപ്പൊ തന്നെ ആയി ടൈം, അത്യാവശ്യമായി. നോക്ക് കുരല്ലടി കുടിച്ചടി എടി കുടിച്ചടി കവറൊക്കെ പറഞ്ഞാക്കണ്. ഏത് വീടിന്റെ കവറാണോ?
ഭയങ്കര കാറ്റാട്ടോ. കുട്ടി ഉണ്ടായോണ്ട് കുട്ടീന്റെ മയ്യത്ത് എങ്ങനെ കൊണ്ടുപോവുക? നമുക്ക് മഴ ചോർന്നിട്ട് പോകാം. അല്ല പോട്ടുണ്ട്, പോട്ടിട്ടു ഇല്ല. ഒരു വയസ്സൊക്കെ ആകുമ്പോഴല്ലേ ഓട്ടോറിക്ഷ മുറിച്ച് പോകേണ്ടി വരും വണ്ടി വെച്ച്. മഴക്കാലാണ്. വണ്ടിമ്മ പോക്ക് എടുക്കൂല. നല്ല പോകും. അമ്പത് ആ നീല കേസില്ലേ? നീല കേസില്ലേ? ഏത് വലിയൊരു 50 പൈസ കേസില്ലേ? അത് ഇടുക. തലേ റെയിൻകോട്ടിന്റെ തൊപ്പിയില്ലേ? അത് ഇടുക. മുഖം റെയിൻകോട്ട് മുന്നേക്ക് ഇങ്ങനല്ലേ? നടക്കൂല. ഞങ്ങള് സെറ്റാക്കാം. ഞമ്മളെ പെരിക്ക് പോകാനല്ലേ ഒരു ഓട്ടോറിക്ഷ മുറിച്ച് പോയാൽ ഐറ്റം എത്തി. പിസ്തയാണല്ലേ? ഓളത് അത്രയായി. എന്റെ അത്ര ആയിട്ടുള്ളൂ. തുടങ്ങിയിട്ടുള്ളൂ. കുന്മ പണിയെടുക്കുന്നവർക്കൊക്കെ പെരുമായാണ്. അതിന്റെ പേര് വാർന്നു തുറന്നു. ഈ സാധനം നോക്കിയോ? എടീന്റെ കുട്ടി നോക്കണോക്കേടി. വേണ്ട കുഞ്ഞിന് വേണോ? വല്യപ്പ ചെറിയ സ്പൂണായോണ്ടേ ഇവിടെ എത്തുമ്പത്തിന് ഒറ്റയാണ്. എന്റെ അണ്ണാക്കിൽ നിങ്ങൾക്ക് ആദ്യട്ടോ ഞാൻ തുടങ്ങാത്ത നന്നായി മതി പെരുകെട്ടണ്ടേ. പൊരി കുറച്ചിട്ടോ? ഞാൻ പറഞ്ഞപ്പോ എനിക്ക് എന്താ പറഞ്ഞേ? ഇപ്പൊ നമ്മളെ പെരയിലെത്തിക്കണ്. എനിക്ക് ഞാൻ ചാവി തയ്ച്ചണ്ട് തരും. ഇറങ്ങിക്കോടുന്ന് ഇറങ്ങിക്ക. ഓന്റെ കൂട്ടുകാരന്മാരൊക്കെ വണ്ടി ഓട്ടുണ്ട്. ഓൻ ഓട്ടണം പറഞ്ഞിട്ടേ അതിന് നിക്കുക. പോന് ഹെൽമെറ്റ് ഇട്ടിട്ട് വലിയ കാര്യാ. അത് കാലൊന്ന് എത്തട്ടെ ഓമേ കുത്തിങ്ങാണ്ട്. വേണ്ട വേണ്ട പാ പോരി പോരി. ചാ കുടിച്ചടാ. അജ് വരുന്ന വൈക്കുന്ന എണ്ണക്കടി വാങ്ങാൻ വെച്ചപ്പോ അവിടുത്തെ എണ്ണക്കടി കഴിഞ്ഞിക്കണം. ഇജ്ജ് കുട്ടിയാൾ വിളിച്ചിട്ടാണ്. ഓരപ്പോ പോയി കളിച്ചാ ചെല്. എനിക്ക് അതേ നടക്കുള്ളേ. ഉമ്മ ഓനാക്കണ് വണ്ടി ഓട്ടണ്. ഞാൻ അതിന്റെ പാട് കുറവുള്ളൂ. എടപ്പാ കറണ്ട് ഇല്ലല്ലേ? നിങ്ങളെന്താ ഇറച്ചി കാണാൻ പറഞ്ഞിട്ട് ഇറച്ചി നേരത്തില്ല. കടി വാങ്ങണം വിചാരിച്ചിനി. ബേക്കിലുണ്ടെങ്കിൽ അവിടുത്തെ മണം 12 കുഴിച്ച് പോകല്ലേ. പിന്നെ ചോറുന്നുണ്ടേ. എന്നാ ചോറുന്നിട്ട് പോകല്ലേ. ഞാൻ പറഞ്ഞോളൂ ഞാൻ പോരാ എന്നാ ചോറ് കിട്ടൂലേ? കരഞ്ഞിട്ട് ആരെ പിടിച്ച് ഞങ്ങള് കുടിച്ചൂല. ഞാൻ പിടിച്ചണം. ഇന്നലെ തന്നെ ഞാൻ പിടിച്ചങ്ങാട് കുഴങ്ങിക്കണ്. എന്നിട്ട് ഞങ്ങള് കുത്തണ്ടായിരുന്നു. പറഞ്ഞിട്ട് കൊടിച്ചിട്ടല്ലാരും കച്ചൂല പെണ്ണെ. കാക്കു എവിടെയാണ്? കാക്കു ഇന്നലെ ഇങ്ങോട്ട് വിരുന്നാട്ടോ. വരാനായ മണം ഇത് കാക്കു വരാൻ നിന്നപ്പോ ഇവിടെ മുന്നേ പോന്നതാ. സത്യം പറഞ്ഞോ? ഇവിടെ എന്റെ ചുണ്ട് വാങ്ങുന്നുങ്ങാണ്ട് കറക്റ്റ് അറിയില്ല. അവിടെ ഉണ്ടേനിയാലോ. സ്കൂട്ടി ഓട്ടാൻ കയറി കുത്തുന്ന ചാവി ഉണ്ടാവും. വേണ്ട അങ്ങനെ ഒറ്റ ഒരു ദിവസം കൊണ്ടൊന്നും വെളിച്ചം കൊണ്ട് പഠിച്ചൊന്നുമില്ല. സുപ്രഭാതം കൊണ്ട് അതിനൊക്കെ വലിപ്പാവട്ടെ. വണ്ടി ഓട്ടിക്കൂടിയാണ് കുന്മാരും ഓട്ടുമ്പോഴും ഓട്ടും. എന്നോടും തരാൻ പറയും. അറിയില്ല. അതല്ല ഞമ്മള് 2 കൈയും വിട്ടുകൊണ്ട് ഓലും കൊണ്ട് കുടിപ്പിച്ച് അങ്ങനെ ഉണ്ടാവും. ഇജ്ജ് കൊടുക്കും 2 കൈയും വിട്ടുകൊണ്ട്. ഞാൻ ഒരു കൈ കുടിച്ചു. നമ്മളീ വണ്ടി കുറച്ചേക്കരം കാലത്ത്. ഓന്റെ വണ്ടി വെയിറ്റ് കുറവാണ്. നല്ല വെയിറ്റ്. നീ ആ കുട്ടീനെ വട്ടം കറക്കിക്കുക. വീടിനൊക്കെ സമാധാനം ഉണ്ടെന്ന് ല്ലേ? കുട്ടി ഉറങ്ങണില്ല കൊറേലോ. അപ്പൊ ഇതാണ് കാരണക്കാരൻ. എന്നാ വരുന്നേ ഇരുന്നോർത്തുണ്ട്. ഓയ് 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 ഓയ്. ജാഗ്രത ജാഗ്രത ജാഗ്രത.
ഇനി നമ്മള് പീപ്പിൾസ് വില്ലേജിൽ അയലക്കത്തെ കല്യാണമൊക്കെ വരികയാണ്. ആരുടെ കല്യാണാണ്? ഉമ്മാന്റെ ശങ്കും ചങ്കെടുപ്പുമായ താത്താന്റെ കല്യാണാണ് അല്ലേ? അപ്പൊ ഇൻഷാ അല്ലാ തലേന്നും പിറ്റേന്നൊക്കെ പോയി ഇരുന്ന് തിന്ന് പോരണം. സഹകരിച്ച് മീൻസ് തിന്നാണ്ടല്ലേ? ഇതുണ്ടോ ബിരിയാണി ഇരുന്നാനുണ്ടോ? എന്താണ് അതെ കാട്ടിയത്? ആ അടിച്ചിട്ട് കണ്ടല്ല. ഹാ അറിയാനാ? അതാ ഞങ്ങൾക്ക് ജലദോഷം മുറിച്ചിക്കണം. ഇന്നലെ ഇടയ്ക്കിടക്ക് കൂടി പോയി, ഇന്നും പോയി. തിന്നോ 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 തിന്നോ. അടിപൊളി അല്ലേ? അപ്പൊ ഗേഷ് ഞങ്ങള് പശുമാന്റെ വീട്ടിലാണ്. ഗേഷ് അവിൽ മിൽക്ക് കുടിച്ച് ഞങ്ങൾ നേരെ വരുന്നു. പോവാണ് ബേജാ പോവാ അതിന്റെ പണിങ്ങൾക്ക്. ഇൻഷാല്ല നമ്മള് 8-ാം തീയതി 9-ാം തീയതി 10-ാം തീയതിന്റെ ഉള്ളിൽ ഞങ്ങൾ ഇവിടെ നിക്കാൻ വരുന്നതാണ് ഗായ്സ്. അപ്പൊ അമ്മ ഒലക്കെടുത്ത് ആട്ടുന്നതാണ്. ഞാൻ എന്നോ നിന്നതാ. ഞാൻ എത്രയോ മാസമായി നിന്നിട്ടില്ലേ അമ്മ? ഞാൻ കൊറേയായി. ഞാൻ ഷെഫീഖിന്റെ ഈ വരവിനായി കണ്ണിൽ കാത്തിരിക്കുകയായിരുന്നു. എണ്ണ ഒഴിച്ച് കാത്തൊക്കെ. കോപ്പിറൈറ്റ് വരുത്താ. ആ ബെല്ലിട്ടുണ്ട്. 2 വെല്ലം ഒപ്പം കൊണ്ടുപോണില്ല. ഇഷ്ടായി. ഇന്ത്യ കച്ചിട്ടല്ലേ കാച്ചിടലിന്ന് എത്തിനാ പോച്ചിരിച്ചെന്ന് എന്തേലും ആവശ്യമുണ്ടോ? അപ്പൊ സെപ്പിനാപ്പി അത് എവിടെയാണ്? കരുളായോ? ചോക്കാട് ഏരിയയിലൊക്കെ അതാണ് ആ കാറ്റുമായി. നമ്മളൊക്കെ വന്ന കാറ്റ് മഴ വരത്തില്ല. കാറ്റുണ്ടാകും. കണ്ണ് കാണില്ല. അത് ഉണ്ടാക്കണം വലിപ്പ നടുവില് നിങ്ങ പുറത്തേക്ക് നോക്കിയല്ലേ? ആ നല്ല കരിഞ്ഞപ്പളേ ഉണ്ട് ജലദോഷം. ഈച്ച് പാരസെറ്റാമോള് വേഗം കൊടുത്തോണ്ട്. ഓ നല്ല വരുവാ. പക്ഷെ റബ്ബേ എന്റെ കുട്ടീനെ അവിടെ ആക്കി പോന്നുകാണ്. നീച്ച് വാ. ഒന്നോ അനക്ക് 3 പ്രൊഡക്റ്റ് ആളില്ലേ? ഒന്നിനെ നീ ഇവിടെ സെയിലാക്കി, ഒന്നിനെ കെട്ടിച്ചോടത്ത് സെയിലാക്കി, ഒന്നിനെ പൊന്തിക്കോ നീ ചെടി അതാ നീ ചാടേ. ഇടണ്ടേ ഒന്നും വേണ്ട. ഞങ്ങള് പോവുക. ഒരവിൽ മിൽക്ക് സിഫ്നാന്റെ വക കൊറേ മാണ്ട ഞാൻ നിർബന്ധിച്ച് നോക്ക്. ഒരേ ആഗ്രഹം ഇല്ല. അച്ഛന്റെ ശനിയുണ്ടോ? ഞാൻ കൊറേ ഓളോട് പറഞ്ഞു വാണ്ടടി വാണ്ട. പിന്നെ ഏട്ടത്തിന്നില്ല നിലക്കോക്കിനോടില്ല സ്നേഹം കാരണം നോക്ക് വാങ്ങി തന്നേ പറ്റുള്ളൂ. അപ്പൊ ഞമ്മള് പോവാൻ നിക്കാണ്. ഓയ് കടന്നു വരോ കൈ അടിയണ്. വേഗം കടന്നു. എന്താണ് ഇരുട്ടത്ത് അങ്ങനെ ഒരാളില്ലേനെ അറിയില്ല. എപ്പ അറിയുന്നു. അന്റെ ബാഗ് മാറാപ്പും കെട്ടൊക്കെ എടുത്തോ? ഇന്റെ പൂച്ചക്കുള്ള സിപ്പപ്പ് ഉണ്ടാവും. എടുക്കട്ടെ. ഇല്ലേ ഇവിടെ അല്ലേ? ഞാൻ പെരീന്ന് പടി പുറത്തേക്ക് ഇറങ്ങിക്കണ. ഒറ്റ അകത്ത് കയറിയിട്ട് ഇതുവരെ ഇറങ്ങിയിട്ടില്ല. ബാബാ പോയിട്ടില്ലേ? അവിടെ ഭയങ്കര എന്തൊക്കെയാണ് വേദന എന്തൊരു വേദന കേറി കൊടുക്കുക. നിങ്ങളെ ഫ്രിഡ്ജിന്റെ മേലത്തെ അതിന്റെ പൈസ എടുത്ത് നിങ്ങൾക്ക് തന്നെ തരികയാണ്. ഓളം മൊബൈല് പൈസ അങ്ങോട്ട് ഇട്ടി അങ്ങോട്ട് ഇട്ടൂല. ആളെ പേര് പറയുക. ഞാനേ കാരം അല്ല
ചെറിയ പൂഞ്ചിക്ക് എന്താ അക്കൗണ്ടൊക്കെ എന്തോ ഇട്ട് കൊടുത്തിട്ട് ആ കൊടുത്തില്ല പൊന്നാലെ ചെറിയപ്പോ വീടാണ് എനിക്ക് തിരിച്ചു കൊടുക്കുക. 100 റുപ്യല്ല ഇപ്പോഴത്തെ കിട്ടതാ പറഞ്ഞത്, 100 റുപ്യൊന്നല്ല. ടർക്കിയോ ടർക്കിയോടെ അവിടെ കിട്ടുവോ? എടുക്കടി ജലകൂട്ടിനകത്തേക്ക് അതാണ് എന്തിനാ മായി കൊണ്ടാലും ഞാൻ കൊണ്ട് വാങ്ങിച്ചു. മധുരത്തിന്റെ കട്ടയാണ് തിന്നില്ല. ആ എന്നെ തിന്നപ്പോ ആ കാര്യം പറയണ്ടേ. എന്തേലും വാങ്ങിക്കും. ആ രസമുണ്ട്. ഞങ്ങള് പോവുകയാണ്. പക മേലെ കാണാൻ പറഞ്ഞേക്കണേ. ഞങ്ങള് പോയിട്ട് എന്താണ് എടുക്കാൻ പറഞ്ഞേ? ഒരു സാധനം പുറത്ത് എടുക്കാൻ പറഞ്ഞ എന്താണ്? വള്ളക്കുപ്പി, കുട്ടിന്റെ പാലും കുപ്പി എടുത്തിട്ടില്ല. ഇല്ല. മുട്ടായി കുപ്പി എടുത്തിട്ടില്ല. മുട്ടായി ഇമ്മ ഇവിടുന്ന് തിന്നാൽ തറവാട്ടിൽ നാളത്തെ മുട്ടായിയാണ് കഴിച്ചു തരാതെ ജലദോഷല്ലേ? കുട്ടിന്റെ പാലും കുപ്പി ഉണ്ട് ഇതിലില്ല ബാഗില്. ഇത് തുറന്നോ? പിന്നെ അവിടുന്നൊക്കെ എടുത്തിക്കണേ. ഇവിടുന്ന് എടുത്തീന് അതിൽ തന്നെ ഉണ്ടാവും. കണ്ടുണ്ട്. ആ ഒരു പൊക്കമ്മ കൊളത്തിക്കാ മിൽക്കുള്ളൂ 60 റുപ്യ ഞാൻ തിരിച്ചണ്ട് തരും കേട്ടോ. വീഡിയോ എടുക്കലും ഒക്കെ പാടെ വെക്കൂലേ. എന്താ അത് കഥ? ഇങ്ങോട്ട് വാവിടെ പാറ്റിയെ പൊട്ടിയെടുക്കാതെ അങ്ങോട്ട് വാങ്ങട്ട്. അപ്പൊ ഞങ്ങള് എന്റെ മകൻ എവിടെയാണാവോ? അവിടെ കളിച്ചാൻ പോയിട്ടേ. അതിനില്ലാത്തതാണ് സന്തോഷവും മനസമാധാനവും. ഞങ്ങള് പോവാനേ അതിന്റെ പൈസയാണ്. അപ്പൊ അത് വാങ്ങണ്ട. വാങ്ങിക്കോട്ടെടി. ഓന് കിട്ടി വെച്ച് കിട്ടി. ഞങ്ങള് വണ്ടിയെ കേറ്. അപ്പൊ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ആക്കാണ്. അപ്പൊ ഇനി അടുത്ത വീഡിയോയില് കാണാം അല്ലേ? സിഫ്നാന്റെ സീറ്റ് ഓട്ടേക്കും.